always felt I could take on the world because of my teacher, Mrs. Duncan. Achareka Sir taught us the virtues of playing straight and living straight. Hello everyone, I am Karthik K from Standard 9. You might be wondering what I was talking about. The said words are from Oprah Winfrey and Sachin Tendulkar on their favorite teachers. Yes, today, September 5th, Teachers' Day, a day to commemorate the role of teacher community for shaping the future of students and pay homage to Dr. Radhakrishnan, the great visionary teacher. So we the little flowerets are gathered in the virtual platform to pay tribute to our beloved teachers and to entertain them too. Today, let them be proud of us. First and foremost, let's cheer the spirit of teachers with a song. Our singers Anjali and Arya are ready with a greeting song for the teachers. Over to them. We love you teachers, we praise you teachers, we thank you teachers for everything. We love you teachers, we praise you teachers, we thank you teachers for everything. सच्ची दिल से करते हैं हम आपको नमन, आपको नमन. सच्चे दिल से करते हैं हम आपको नमन, आपको नमन. We love you teachers, we praise you teachers, we thank you teachers for everything. इस जीवन में पढ़ना लिखना हमको सिखाए हैं. अनसुलझे सवालों को पल में सुलझाए हैं. डांटे अंदर आए हमको आंखों से, प्यार झलकते हैं उनकी हर बातों से. ढांढे अंदर आए हमको आँखों से, प्यार झलकता है उनकी हर बातों से. सच्चे दिल से करते हैं हम आपको नमन, आपको नमन. सच्चे दिल से करते हैं हम आपको नमन, आपको नमन. We love you teachers, we praise you teachers, we thank you teachers for everything. We have an eminent person joining with us today to share his feelings for the teachers. Mr. Kurian Joseph, the former judge of Supreme Court. Warm welcome, sir. ഇന്ന് നാം എല്ലാവരും ഒരു വലിയ ദിനമാണ് ആഘോഷിക്കുന്നത്, അധ്യാപക ദിനം. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കാനുള്ള ഒരു ദിനം. എന്നെ ഞാനാക്കുന്നതിൽ, നമ്മെ നാം ആക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഓർത്തുകൊണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു. അവരുടെ ത്യാഗോജ്വലമായിട്ടുള്ള ആത്മാർപ്പണത്തോടു കൂടിയുള്ള ആ സേവനത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ ഞാൻ അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അധ്യാപകൻ ചെയ്യുന്ന സാധാരണ ജോലി എല്ലാവർക്കും അറിയാവുന്ന മാതിരി പഠിപ്പിക്കുക എന്നുള്ളതാണ്, അറിവ് പറഞ്ഞു കൊടുക്കുന്നവർ. പക്ഷെ ഞാൻ അവരെ ഗുരുക്കന്മാരെന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുക. എന്താണ് ഈ ഗുരുവും അധ്യാപകനും തമ്മിലുള്ള വ്യത്യാസം? വളരെ ലളിതമാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ. അധ്യാപകൻ അറിവ് പറഞ്ഞു കൊടുക്കുന്നു, ഗുരു അനുഭവം പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്നുള്ള ആ പ്രയോഗം തന്നെ ഉണ്ടായത്. ഗുരുവിനാണ് ശിഷ്യന്മാരുള്ളത്, അധ്യാപകർക്ക് വിദ്യാർത്ഥികളാണ്. നമുക്ക് ആവശ്യം ശിഷ്യരെ അല്ലേ, ഗുരുവിൻ്റെ ശിഷ്യരല്ലേ എന്ന ആവശ്യം. കാരണം ഗുരുമുഖത്ത് നിന്നല്ലേ വിദ്യ പഠിക്കുന്നത്.
അറിവ് മാത്രം പഠിച്ചാൽ മതിയോ? അറിവ് പ്രയോഗത്തിലാക്കാൻ സാധിക്കുന്നത് വിദ്യ കൊണ്ടല്ലേ? അപ്പോൾ നമുക്കിന്ന് ആവശ്യം കേവലമായ അറിവ് മാത്രമുള്ള കുട്ടികളെ അല്ല, ജ്ഞാനം ലഭിച്ച കുട്ടികളെയാണ്. ആ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ഗുരുക്കന്മാർക്ക് സാധിക്കുകയുള്ളൂ. മൈക്കിൾ ആഞ്ചലോയുടെ അടുത്ത് ഒരു വലിയ തടിക്കഷ്ണം കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൽ നിന്ന് എങ്ങനെ ആനയെ കൊത്തിയെടുക്കാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ മറുപടി വളരെ ലളിതമായിരുന്നു. ഈ തടിക്കഷ്ണത്തിൽ നിന്നും ആനയല്ലാത്തത് എല്ലാം മാറ്റിക്കളയുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആനയെ കിട്ടും. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ ഇപ്രകാരം ഒരു അസംസ്കൃത ആ രൂപത്തിലുള്ള അല്ലെങ്കിൽ ആ പരുവത്തിലുള്ള ഒരു കുട്ടികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അവരിൽ ഉള്ളത് ആനയാണോ കുതിരയാണോ ഏതാണ് അവരിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ജ്ഞാനം ഈ പറയുന്ന ഗുരുക്കന്മാരിലാണുള്ളത്. അതനുസരിച്ച് അവരിൽ നിന്നും അവരിൽ ആകേണ്ടവരിൽ നിന്നും അവരെന്താകണമോ എന്താകേണ്ടിയിരിക്കുന്നുവോ അതിൽ നിന്നും അതിലല്ലാത്തതെല്ലാം നീക്കിക്കളയാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അതാണ് ഗുരു. അവരത് ഒരു സയന്റിസ്റ്റാണ്. സയന്റിസ്റ്റിന് ചേരാത്തതെല്ലാം നീക്കിക്കളയുക. അദ്ദേഹം ആ കുട്ടിയെ കാണുന്നത് ഒരു അധ്യാപകനായിട്ടാണോ? അധ്യാപകന് നിരക്കാത്തതെല്ലാം മാറ്റിക്കളയുക. എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർക്ക് നിരക്കാത്തതെല്ലാം മാറ്റിക്കളയുക. അഭിഭാഷകനാണോ? അഭിഭാഷകന് നിരക്കാത്തതെല്ലാം മാറ്റിക്കളയുക. ഡോക്ടറാണോ? ഡോക്ടർക്ക് നിരക്കാത്തതെല്ലാം മാറ്റിക്കളയുക. നല്ലൊരു കൃഷിക്കാരനാണോ? കൃഷിക്കാരന് നിരക്കാത്തതെല്ലാം മാറ്റിക്കളയുക. നല്ലൊരു പൊതുപ്രവർത്തകനാണോ? പൊതുപ്രവർത്തനം നിരക്കാത്തതെല്ലാം മാറ്റിക്കളയുക. നല്ലൊരു ജേർണലിസ്റ്റ്, മീഡിയ പ്രവർത്തകനാണ്, ആ മീഡിയ പ്രവർത്തനം നിരക്കാത്തതെല്ലാം അദ്ദേഹത്തിൽ മാറ്റിക്കളയുക. അപ്പോൾ നല്ല മിടുക്കനെ നമുക്ക് ഫോം ചെയ്ത് വാർത്തെടുക്കാൻ സാധിക്കും. പക്ഷെ മിടുക്ക് മാത്രം മതിയോ നമ്മുടെ കുട്ടികൾക്ക്? പോരാ, അവർ നല്ലവരും കൂടെ ആവണം. നല്ലവരാവാൻ അവർക്ക് ചില മാനുഷിക ഗുണങ്ങൾ അവരിൽ ഇൻകൾക്കേറ്റ് അവർക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കണം. ആ മാനുഷിക ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കുക ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയും. മാനുഷിക ഗുണങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത് നല്ല ഗുരുക്കന്മാർക്ക് മാത്രമേ സാധിക്കൂ. എന്നെ നോക്കി പഠിക്കുക, ലുക്ക് അറ്റ് മീ ആൻഡ് ലേൺ ഫ്രം മീ. ഇത് നല്ലൊരു ഉത്തമ ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ കാണുക, അറിയുക, അവരെ മനസ്സിലാക്കുക, അവരെ സ്നേഹിക്കുക, അവരെ അംഗീകരിക്കുക, അവരെ ആദരിക്കുക, അങ്ങനെ അവരെ വാർത്തെടുക്കുക. യു ആർ ടച്ചിങ് ദ ലൈവ്സ് ഓഫ് ദ ചിൽഡ്രൻ. അവരുടെ ജീവിതങ്ങളെയാണ് സ്പർശിക്കുന്നത്. കേവലമായി അറിവ് പറഞ്ഞു കൊടുത്ത് അവസാനിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമല്ല നമ്മളിപ്പോൾ ഇന്ന് ചെയ്യേണ്ടത്. അവരുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. അവരിലുള്ള മിടുക്ക് കണ്ടെത്താനും അവരിലുള്ള നന്മയെ പരിപോഷിപ്പിക്കാനും സാധിക്കണം. അങ്ങനെ മിടുക്കരും നല്ലവരുമായ കുട്ടികളെ വാർത്തെടുക്കുന്ന നല്ല ഉത്തമ ഗുരുക്കന്മാരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അന്ധകാരം നീക്കുന്നവെന്നാണല്ലോ. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ എല്ലാ അർത്ഥത്തിലുള്ള അജ്ഞതയുടെ അന്ധകാരവും അഹങ്കാരത്തിൻ്റെ അന്ധകാരവും മാറ്റി അവരെ മിടുക്കരും നല്ലവരുമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. Thank you, sir. We are really honored. The juniors also have something to perform for their beloved teachers. We present before you a beautiful dance by the students of class 5, 6 and 7. धुम 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 दूरे दूराकिली पाटी തുടങ്ങി ഉത്സവം നിലാവിൻ ഉത്സവം ഗന്ധർവന്മാർ ധൂപയയ്ക്കും ദേവഹംസങ്ങൾ കുരഞ്ഞു കുങ്കുമം കുളിർത്തു ചന്ദനം
கருவாடு ஊற வச்ச சோறு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமட்டு நெத்தியில மார்புட்டு நெத்தியில செத்து விட தோணுதடி எனக்கு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமட்டு நெத்தியில மார்புட்டு மத்தியில செத்து விட தோணுதடி ട്രാക്ക് മാറ്റി Thank you, little ones. It was a fabulous performance. The words and expressions of the chief guest of every program matter to the entire Little Flower community. They inspire us a lot. So, we have Mrs. Priyanka IAS with us to boost the spirit and morale of teachers who now support us through online classes. Ma'am, may I invite you to motivate my teachers? എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോഴിക്കോടിൻ്റെ മാനേജ്മെൻറ്റ്, അവിടുത്തെ ടീച്ചേഴ്സ്, കുട്ടികൾക്കും പിന്നെ രക്ഷിതാർത്ഥർക്കും ടീച്ചേഴ്സ് ഡേയുടെ ആശംസകൾ. എല്ലാ വർഷവും നമ്മൾ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കും. അതിൻ്റെ മീനിങ് ഇല്ല ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമർ വൈസ് പ്രസിഡൻറ്റ് പിന്നെ പ്രസിഡൻ്റ് ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അവരുടെ ബർത്ത് ആനിവേഴ്സറിയാണ്. അതുകൂടാതെ ടീച്ചേഴ്സ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ സർവീസ് കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല ദിവസമാണ്. കുട്ടികളെ ഒരു 2 വാക്ക് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ സൊസൈറ്റിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോണാണ് നമ്മുടെ ടീച്ചേഴ്സ്. They play a vital role, in shaping the future of this country. Even in my own personal life, my teachers have played a very important role. ನಾನು ഏത് സമയത്തുള്ള ഒരു ട്യൂഷൻ പോയിട്ടില്ല. എൻ്റെ ടീച്ചേഴ്സ് ഓൾവേസ് അപ്രോച്ചബിൾ ആയിരുന്നു, ഹെൽപ്പിംഗ് ആയിരുന്നു. സോ നോട്ട് ഓൺലി ഇൻ ദ ക്ലാസ് പുറത്തു കൂടെ എപ്പോഴും എൻ്റെ പിന്നിൽ നിന്നു. ടുഡേ വാട്ട് എവർ ഐ ആം, ദേ ഹാവ് എ റോൾ ടു പ്ലേ ഇൻ ദാറ്റ്. അതല്ലാതെ ഐ ഹാവ് ഫ്യൂ തിങ്സ് ടു സേ ഫോർ ദ ടീച്ചേഴ്സ് ഓൾസോ. എൻ്റെ അച്ഛൻ കൂടെ ഒരു ടീച്ചറാണ്. ഹീസ് ഇൻഫാക്ട് ലെക്ചറർ ഇൻ ഫിസിക്സ് എൻ്റെ കർണാടക നാട്ടിലാണ്. സോ ഒരു 3 വാക്കുകൾ പറയാനുള്ളതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ ശ്രദ്ധിക്കേണ്ടത്, യു ആർ നോട്ട് ജസ്റ്റ് ടീച്ചിങ്, യു ആർ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി. സോ വാട്ട് എവർ യു ഫോക്കസ് ഇസ്, ഇറ്റ്സ് നോട്ട് ഓൺലി to increase the scoring or the performance in the academics of a student, but also അവർക്ക് എന്താണ് അവരുടെ സോഷ്യൽ വാല്യൂസോ ലൈഫ് സ്കിൽസോ ആൻഡ് ഹൗ സ്ട്രോങ് ഹ്യൂമൻ ബീങ്സ് ദേ ആർ ഗോയിങ് ടു ബി, അതുകൂടെ താങ്കൾ നോക്കേണ്ടതുണ്ട്, അവർക്ക് ഇൻസ്പയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജി ചേഞ്ച് ആവുന്നുണ്ട്. അതേമാതിരി ഈവൻ ടീച്ചേഴ്സ് കൂടെ അപ്ഗ്രേഡ് ആവണം, സ്കില്ലാവണം. റീസെൻ്റ്ലി കോവിഡ് വന്നത് കൊണ്ട് എല്ലാം ഓൺലൈനായി പോയി. സോ ഓൾ ടീച്ചേഴ്സ് ആർ നൗ ഗെറ്റിംഗ് അപ്ഗ്രേഡഡ് സോ ദാറ്റ് 21st സെഞ്ച്വറിയിലുള്ള സിസ്റ്റമിലേക്ക് വരേണ്ടതുണ്ട്. സോ അത് കൂടെ താങ്കൾ ശ്രദ്ധിക്കണം. ഓൾവേസ് ബി അപ്ഡേറ്റഡ്, അപ്ഗ്രേഡഡ് ഫോർ 21st സെഞ്ച്വറി. പിന്നെ മൂന്നാമത്തത്
21st സെഞ്ച്വറിയുടെ കുട്ടികൾ 90s 80s കിഡ്സ് പോലെയല്ല, വളരെ ഇൻ്റലിജൻ്റ് ആണ്, യുനോ IQ കൂടുതലുണ്ട് ആൻഡ് ദേ ആർ വെരി ഷാർപ്പ്. സോ you have to be their friends. You have to be their friends literally. സോ ഒരു ടീച്ചേഴ്സ് മാതിരി താങ്കൾ പറയുന്നതെല്ലാം അവർ കേൾക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. സോ നോട്ട് ജസ്റ്റ് ബീങ് ടീച്ചേഴ്സ് ബട്ട് അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് അവരുടെ ലൈഫിനോ ഒരു ചേഞ്ച് യു ഹാവ് ടു ബ്രിങ് ദറ്റ് ചേഞ്ച്. So with these words I will sign off. Once again I thank management of Little Flower English Medium School Kozhikode for giving me this opportunity to speak to all of you. Signing off, Priyanka, Sub Collector Kozhikode. Thank you. Thank you, ma'am. Dear teachers, be ready to watch another dance by the juniors. The Flowerites are enthusiastic to present the best before their teachers. Enjoy the dancing steps.
student has memorable experiences on their teachers. Here is John Thomas Jomi of Standard 8 on behalf of all students to express his feelings for teachers. John, please. As Joyce Meyer, the celebrated American author, rightly quoted, teachers can change our lives with the right mix of jokes and challenges. It gives me immense pleasure to talk about teachers, the builders of the nation, the shapers of the destiny of every student, the creators of world-class resource personalities and the greatness behind every great mind. Why does our nation dedicate 5th September as a Teachers' Day? This is in memory of Bharat Ratna Sir Dr. Sarvepalli Radhakrishnan. He was a teacher, philosopher, statesman, the first Vice President of India and the second President of our country. The legendary story behind Teachers' Day is that in 1962, some of his students visited him on his birthday to celebrate it. Accepting their kind gesture, he replied, "Instead of celebrating September 5th as my birthday, it would be my proud privilege if September 5th was observed as the Teachers' Day all across our country." Since then, our nation dedicates September 5th as the Teachers' Day. One of his famous quotes stands apt to the situation that the whole world faces now, the COVID-19 pandemic. He said, "The end product of education should be a free creative man who can battle against historical circumstances and adversities of nature." Yes, his words give us the hope. The learning never stops. This is because of the management and teachers of Little Flower English Medium School as they integrate e-learning technology seamlessly to the curriculum, which proves that learning is unbeatable. The whole nation salutes our teachers on their impeccable contribution by educating its future citizens in spite of the adversities. So, I take this opportunity to express our gratitude to our beloved teachers. In this fast-paced world, we forget to express our gratitude to our molders. So, this day, let's express our great respect and gratitude to our teachers. What we are today is because of them only. We will be forever indebted to you. Our Indian culture says, Mata Pita Guru Devam, which clearly states that the Guru needs respect even before God because they show us the way to God. Like the potter molds the earthen pot, the teacher shapes our lives. They are the torch bearers of our future, the reason behind all our accomplishments and the pillars of our success. Thank you. Wishing you all a happy Teachers' Day. Jai Hind. Father Joseph Chatanak, the manager of our school, is here with us with a note of appreciation for our teachers. Warm welcome, Father. പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, കുട്ടികളെ, ഇന്ന് നമ്മൾ നമ്മുടെ ഗുരുജനങ്ങൾക്ക് പ്രത്യേകമായ അഭിവാദ്യം അർപ്പിക്കുന്നതായ ദിവസമാണ്. അവരോടുള്ളതായ സ്നേഹം പ്രകടിപ്പിക്കുക, അവർ നമുക്ക് ചെയ്യുന്നതായ സേവനങ്ങളെ വിലയിരുത്തുക, അതെല്ലാമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ വർഷം നമ്മൾ കോവിഡ് പ്രമാണിച്ച് സാമൂഹിക അകലം സൂക്ഷിക്കുന്നത് കൊണ്ട് കുഞ്ഞുകുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുവാനോ അടുത്തിരുത്തി അവരുടെ സ്നേഹാദരവുകൾ കൈപ്പറ്റാനോ ഒക്കെ സാധിക്കാത്തതായ ഒരു സ്ഥിതി നമുക്കുണ്ട്. അത് ഈ വർഷത്തിൻ്റേത് മാത്രമാണെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഈ അധ്യാപകരോടുള്ളതായ നമ്മുടെ ബഹുമാനം എപ്പോഴും ഇവർ നമുക്ക് നൽകുന്നതായ വിലപ്പെട്ട സേവനമാണ്. അതായത് വിദ്യയെക്കുറിച്ച് നമ്മൾ കാണുന്നത് മനസ്സിനെ വിമോചനം നൽകുന്നത് എന്താണോ അതാണ് വിദ്യ എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെ ബാഹ്യമായ ഒരടിമത്തത്തേക്കാൾ വികലമായ സങ്കുചിതമായ ഒരു വ്യക്തിത്വത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ മോചിപ്പിച്ച് നമുക്ക് നൽകുന്നതായ വലിയ പ്രക്രിയയാണിത്. ഇന്ന് വാസ്തവത്തിൽ മത്സരത്തിൻ്റെ വേദിയാണ്. എവിടെയായാലും പ്ലേസ്മെൻ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ജോലി തിട്ടപ്പെടുത്തുവാൻ സാധിക്കുമോ, ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുക.
എന്നാൽ നൂതനങ്ങളായ പഠനങ്ങൾ വരുന്നത് മത്സരത്തേക്കാൾ സഹകരണമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ളതായ ഒരു മനോഭാവം അവരിൽ സൃഷ്ടിക്കുവാനായിട്ട് എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. ആ വിദ്യാഭ്യാസം ലഭിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ നാടിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ജോലി കിട്ടിയോ, എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മൾ മുഖ്യമായും വിലയിരുത്തേണ്ടത്. മറിച്ച് എൻ്റെ വിദ്യ വഴി ഈ നാടിന് എന്ത് പുരോഗതി ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് സഹകരണ മനോഭാവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിഷയമാക്കുന്നത്. ഇന്ന് വളരെയേറെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈയിടെയും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ഒരു അടിമുടി മാറ്റി എഴുതുന്നതായ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം പ്രാദേശികമായിട്ട്, ദേശീയമായിട്ട്, എന്നാൽ അന്തർദേശീയമായിട്ടുള്ളതായ ഒരു നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തുവാനായിട്ട് ഗവൺമെൻറ് സത്വരമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഈ ഗുരുദിനം ആചരിക്കുമ്പോൾ ഗുരുക്കന്മാരും ശിഷ്യരാകുന്നതായ ഒരു അവസരമാണിത്. അവർക്കും നിത്യേന നൂതനങ്ങളായ മാർഗങ്ങൾ പഠിക്കാനുണ്ട്. അവർ ആ പഠനത്തിൽ നിന്ന് വേണം, പഠിച്ചതിന് ശേഷം വേണം ഇന്നത്തെ വിഷയവും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു മക്കളെയും പരിശീലിപ്പിക്കുവാനായിട്ട്. അതൊരു വലിയ ഒരു ടാസ്ക്കാണ്. ഏതായാലും നമ്മൾ വളരെ ആക്ഷേപങ്ങളും ഇന്നത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുണ്ട്. ഞാൻ ഈയിടെ വായിച്ചതായ ഒരു സത്യം, വിദ്യാലയത്തെ ഒരു എക്സാം ഫാക്ടറി ആയിട്ടാണ് ചിത്രീകരിക്കുക. അവിടെ വേണ്ടതായ വിദ്യയൊന്നുമല്ല നടക്കുക. എവിടെയെങ്കിലും ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുമോ എന്ന് നോക്കുക, എവിടെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് നോക്കുക. അതിനുള്ളതായ സംവിധാനങ്ങളിലേക്ക് നടക്കുന്നതായ മത്സര ഓട്ടം. നമുക്ക് അതെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ വിദ്യാഭ്യാസം വഴി ഈ നാടിന് പുരോഗതി, ഐശ്വര്യം, ക്ഷേമം കൈവരുവാനായിട്ട് ഓരോ പൗരന്മാരെയും വാർത്തെടുക്കുന്ന മഹത്തായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ഈ അധ്യാപകരുള്ളതായ സ്നേഹവും ആദരവുമൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ സേവനം ഏറ്റവും വലുതാണ്. നിങ്ങളാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ രൂപരേഖ വരച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിത്രം ഭംഗിയാണെങ്കിൽ നാട് ഭംഗിയാകും. ഇന്ന് വികലമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതെവിടെയോ താളം തെറ്റിയതുകൊണ്ടാണ്. അങ്ങനെയൊന്നും സംഭവിക്കാതെ നമ്മുടെ നാടിനെ ഐശ്വര്യപൂർണമായ നിലയിലേക്ക് നയിക്കുവാനായിട്ട് ശക്തരായ നേതാക്കന്മാർ വന്ന് ജനങ്ങൾക്ക് വേണ്ടത്ര പാഠവത്തോടെ നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുന്നതായ ഒരു മിനിസ്ട്രി ചെയ്യുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ സേവനത്തെ ഞങ്ങളേറെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടാവും. ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കായി എന്നും വിരോചിതമായ കഥകൾ രചിക്കും. സംതൃപ്തി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. The seniors who have a long period of stay in the school express their love and respect with a wonderful dance. Now watch Aman, Saurav and Salvan of Standard 10th with their melodious steps. आहों के पन्नों पे मैंने लिखा था 100 दफा, लफ्ज़ में जो इश्क था होठों से बयां, खुद से नाराज हूँ क्यों बेआवाज हूँ, मेरी खामोशियाँ है सजा। दिल है ये सोचता फिर भी नहीं पता, किस हक से कहूँ पता कि मैं हूँ हीरो तेरा, कि मैं हूँ हीरो तेरा, कि मैं हूँ हीरो तेरा, कि मैं हूँ हीरो तेरा।
चला हाथ में दे ये हाथ मांग फिर भी आवाज ला सीने में है जुए ऐसा सुनाई बिन कहे तू सुन लेगा दिल है ये सोचना फिर भी नहीं पता किस हद से दूर पता कि मैं हूँ हीरो तेरा 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 We are guided and mentored by our teachers. Our teachers are also guided by a visionary and an innovator. He is none other than our beloved principal, Father Robin Thomas. On this day, he has motivating words for his teachers. We welcome you, Father. Dear teachers, with immense gratitude, wishing you all happy Teachers' Day. Teachers' Day is the day to thank the teachers who mold a student's raw talent and nourish him to become the best. A teacher is the one who inspires, guides, enlightens and motivates students to get the best out of them. That is why teaching is considered as the profession that creates all other profession. Only a teacher can help students to become better. Teacher would be the one who will be always happy to see students' success other than their parents. Thank you teachers for your valuable service, commitment and dedication for achieving our institution's goal. Most of you knew the steady and progressive growth of Little Flower School. Today I can proudly say that our school managed to find a position among the top schools in Calicut. Thanks to all the teachers who contributed their expertise and hard work for the institution. You faced testing and challenging times, but you braved through, taking multiple roles, role of a parent, a sibling and of a friend. Our students benefited a lot from your caring hands and loving words. They are blossoming rightfully in the Little Flower Garden by the nurturing of you, the gardeners. On this day, may God bless you all to strive through the path of professional growth, good health and mental happiness. Thank you all. Girls are here with another dance. We dedicate it to our beloved teachers. Welcome, dear sisters from Standard 10th. रघुकुल रीत सदा चली आई प्राण जाए पर वचन न जाए तदिया नदी दर तना देरे नोम तदिया नदी दर तना देरे नोम तदिया नदी रघुवर तेरी राह निहारे रघुवर तेरी राह निहारे सातों जन्म से सिया घर मोरे परदेसिया आओ पधारो पिया घर मोरे परदेसिया आओ पधारो पिया കുറുവാലിക്കിളിയേ കൊക്കുരു ഗുരു ഗുരു കൂവി കുറുകി കുന്നിമരത്തേനു എല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകി കുറുകി കൂട്ടുവിളിക്കുന്നേ കൊക്കുരു ഗുരു ഗുരു കൂവി കുറുകി കുന്നിമരത്തേനു എല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ
കൂകി കൂട്ടു വിളിക്കുന്നേ തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ഹോ നെഞ്ചിനിലേ ഊഞ്ചലേ നാണങ്ങൾ എൻ കണ്ണിലേ சிவந்ததே என் மஞ்சளே நெஞ்சினிலே ஊஞ்சலே. I'm sure our beloved teachers have been enjoying the fullest. Thank you, dear friends. Dear teachers, we know that your profession is the noblest among all professions, and your students are always your driving force. Each moment in the classrooms enrich you and us. On this occasion, you have something to tell us. I welcome Mrs. Leema Kishore to address everyone. Hello everyone. First of all, a small introduction. I'm Miss Leema, the teacher for social science in class 9th and 10th. An opportunity has fallen in my hands to appreciate and thank you from all teachers of the Little Flower family that we are and always will be proud to be called as a teacher of the school. You make us proud. You make us a better teacher every day. We learn from you. The light of the world, the beacon in the dark, the hope that gives strength to survive, that's a teacher. But what we want is to inspire the students, that one day they look at us and say that because of you, I didn't give up. If you can't learn the way we teach, let's find a way together to learn together. As the motto of our school says, be the light of the world. And we tell you that, be the change that you want to see in the world. Thank you so much. Thank you, ma'am. The celebration might be a fillip to all teachers. It won't be enough. We, the student community, pledge our obligation to you all. We assure you that we will rise up to your aspirations and prove that we are your devoted Shishyas. Thank you all.